എല്ലാവർക്കും ബ്രാഞ്ച് അക്കൗണ്ട് മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ് നോക്കിയിരുന്നത്. അത് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ദെൻ രണ്ടാമത്തതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്ന ഒരു ബ്രാഞ്ചിനെ നമുക്ക് എന്ത് പറയാം, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയാം. ഈ ഒരു സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് സിസ്റ്റം അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദി സൈസ് ഓഫ് ബ്രാഞ്ച് ഇസ് വെരി ഹൈ ദ വർക്കിംഗ് ബിക്കംസ് വെരി കോംപ്ലക്സ്. അതായത് വലിയ ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ സപ്പോസ് ഒരു ബ്രാഞ്ച് വലിയൊരു ബ്രാഞ്ച് ആയിട്ടിരിക്കുക, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലക്സ് ആയ നാച്ചർ ആണെങ്കിൽ എന്താണ്, അതൊരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിങ് സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. Under this system of branch accounting, branches are treated as separate independent unit. Such branches are known as independent branches. ഒരു സെപ്പറേറ്റ് ഒരു ബിസിനസ് സ്ഥാപനമായിട്ട്, അതായത് ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും, ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഈ ഹെഡ് ഓഫീസിൽ നിന്ന് വേറിട്ട് നിന്നിട്ട് സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതിൻ്റെ ബ്രാഞ്ചിനെ നമുക്ക് എന്താ പറയാം, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയാം. An independent branch maintain an independent and complete set of double entry books in the ordinary way. സാധാ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണോ അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചും ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് എ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അക്കൗണ്ട്സ് സെപ്പറേറ്റ് ആയി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് കറണ്ട് അക്കൗണ്ട് എന്നും പറയും. നമുക്കിതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്തുണ്ട്, ബൈ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡൗൺ ഉണ്ട്. പിന്നെ ഗൂഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ബാങ്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ദെൻ ടു ബാങ്ക് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ്, അത് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹെഡ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വരയ്ക്കുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ബാലൻസ് ഇൻ ദി ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ആൻ അസെറ്റ് ടു ദി ഹെഡ് ഓഫീസ് എന്ന് പറയുന്നുണ്ട്. ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്, ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹെഡ് ഓഫീസിന് ഒരു അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ദി ബാലൻസ് ഇൻ ദി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഈസ് എ ലയബിലിറ്റി ഓഫ് എ ബ്രാഞ്ച് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ബാലൻസ് ബ്രാഞ്ചിന് ലയബിലിറ്റി ആണെന്നും പറയുന്നു. Then normally the two accounts will shown equal but opposite balance എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെയും ബാലൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്നിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ഒന്നിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇഫ് എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ നമുക്കെന്ത് പറയാം, അത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റോ ആയിരിക്കാം. ക്ലിയർ ആണോ? അതായത് ഹെഡ് ഓഫീസിൻ്റെ ബാലൻസും അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസും ഈക്വൽ അല്ലെങ്കിൽ, ഇപ്പോൾ ഒരു 40,000 ആണ് നമുക്ക് എന്താണ്, ഇപ്പോൾ ഇവിടെ അതായത് ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് ഇവിടെ 40,000 കിട്ടി. അപ്പോൾ ഈ ബാലൻസ് തന്നെ ആയിരിക്കും എന്തിന്, ബ്രാഞ്ച് അക്കൗണ്ടിനും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 40,000 ഉണ്ടായിരിക്കും. രണ്ടിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ബ്രാഞ്ചിന് എന്ത് ചെയ്യണം, 40,000, ഹെഡ് ഓഫീസിന് ചിലപ്പോൾ 35,000, ചിലപ്പോൾ 45,000 ബാലൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കും. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ബട്ട് എന്താണ്, അത് ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം. അതായത് ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് എങ്ങോട്ട് റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു റെമിറ്റ് ചെയ്ത ക്യാഷ് ചിലപ്പോൾ എന്താണ്, അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കേസിലാണ് എന്ത് വരിക, ബ്രാഞ്ച് അക്കൗണ്ടിനും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിനും ഡിഫറെൻറ്റ് ബാലൻസ് വരാനുള്ള ഒരു ചാൻസ് ഉള്ളത്. പ്രധാനമായി ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്,
ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച്, ഡിപ്രീസിയേഷൻ ഓൺ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്സ്, ദെൻ ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്, റെമിറ്റൻസ് അക്കൗണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ആദ്യമായി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. Goods may be sent by head office to branch on particular day. They may reach the branch after some times. The goods which are on the way are called goods in transit. എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം സെൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി എന്ത് ചെയ്യുക, അത് അതിൻ്റെ ബ്രാഞ്ചിലേക്ക് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുഡ്സ് എന്ത് ചെയ്യണം, ഹെഡ് ഓഫീസിൽ നിന്ന് പോരുകയും ചെയ്തു, ബട്ട് എവിടെയാണ് അത് ബ്രാഞ്ചിലേക്കും എത്താത്തൊരു കേസാണ് എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. തിരിച്ചു എന്താണ് അങ്ങനെ വരാനുള്ള ചാൻസ്, റിട്ടേൺ കൊടുക്കുന്നത് മേ ബി അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് അതിന് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ, ഇഫ് ദർ ആർ സ്റ്റിൽ സം ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, സം അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നീഡഡ്. എന്താണ് നമ്മൾ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർച്ച് 28 ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ട്, പക്ഷെ അത് റിസീവ് ചെയ്യുന്നത് ഏപ്രിൽ 10 ആണെങ്കിൽ, പക്ഷേ ഈ 10 നമുക്ക് എന്താണ് നമ്മൾ ഒരു ഇയർ എൻഡ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ചിലപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. നോക്കാം. ഇഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അടുത്ത ഇഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് ബ്രാഞ്ച്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് രണ്ടെണ്ണം വരുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് എബോവ് അഡ്ജസ്റ്റിംഗ് എൻട്രി ഷുഡ് ബി പാസ്ഡ് എയ്തർ ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ഓർ ബ്രാഞ്ച്. ഈ പറയുന്ന എൻട്രീസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുമോ, ഒന്നില്ലെങ്കിൽ ബ്രാഞ്ചിൽ എഴുതുന്നുണ്ടാവും, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ ഹെഡ് ഓഫീസിലായിരിക്കും. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അവരെ അയച്ചു എന്ന് പറഞ്ഞാൽ അവർ രേഖപ്പെടുത്തും. പക്ഷേ ബ്രാഞ്ചിൽ അത് റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്, ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഹെഡ് ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ബ്രാഞ്ചിലായിരിക്കാം ഇത് ഈ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി വരിക എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കാം. ഹെഡ് ഓഫീസ് expenses chargeable to branch. The head office may allocate a part of its own expenses, salaries, advertisement, etc. among the branches for service rendered by it. എന്ത് ചെയ്യാണ്, നമ്മളെ ഹെഡ് ഓഫീസിന് വരുന്ന എക്സ്പെൻസ് എന്താണ്, ആ കുറച്ച് എക്സ്പെൻസ് ആർക്ക് കൊടുക്കുകയാണ്, അതായത് അത് ബ്രാഞ്ചിലേക്ക് മാറ്റുന്ന രീതി, അത് അവർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. കാരണം എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് എന്തെത്രയും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻട്രി നോക്കാം നമുക്ക്. ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിൽ ബുക്കിൽ വരികയാണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതും. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ എന്താണ് ഡെബിറ്റ് സൈഡിൽ ടു എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതും. അതുപോലെ തന്നെ ബ്രാഞ്ചിലാണെങ്കിൽ അവർ വരയ്ക്കുന്ന അക്കൗണ്ട് മെയിനായിട്ട് എന്താണ് ഹെഡ് ഓഫീസ് ആകും. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് ബൈ എക്സ്പെൻസ് എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എൻട്രീസ് വരുന്നത്. അടുത്ത നോക്കാം. ഡിപ്രീസിയേഷൻ ഓഫ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. രണ്ട് കേസാണ് വരുന്നത്. ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഹെഡ് ഓഫീസ്. ഈ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഹെഡ് ഓഫീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എന്നുള്ള കേസാണ് വരുന്നത്. ഇൻ ദിസ് കേസ് എൻട്രീസ് റിഗാർഡിംഗ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് അസറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദി ഹെഡ് ഓഫീസ് ബുക്സ് ഓൺലി വെൻ ഫിക്സഡ് അസറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ദി ബ്രാഞ്ച്. ഇപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ മാത്രമാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്. ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ വെൻ ഫിക്സഡ് അസറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ദി ബ്രാഞ്ച് ആണെങ്കിൽ എൻട്രി നമുക്ക് നോക്കാം. ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ, ഡിപ്രീസിയേഷൻ മിക്കവാറും ചാർജ് ചെയ്യാനായിരിക്കും അതിൻ്റെ ബ്രാഞ്ച് ആയിരിക്കും, കാരണം അവരാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് നോക്കുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ദെൻ ഇൻ ദി ബുക്സ് ഓഫ് ബ്രാഞ്ചിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന എൻട്രിയാണ് കൊടുത്തിട്ടുള്ളത്.
അടുത്ത് നോക്കാം എന്താണ്, ഇഫ് ദി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ബ്രാഞ്ച്. ഇപ്പം ബ്രാഞ്ചിൽ തന്നെയാണ് എന്ത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സപ്പോസ് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. അറിയാമല്ലോ അല്ലേ, അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡൗട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എന്തായിരിക്കും ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് എന്നുള്ള എൻട്രിയും വരും. പിന്നെ അടുത്ത് നോക്കാം ഡിപ്രീസിയേഷൻ്റെ കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നോക്കാം എന്താണ് ഡിപ്രീസിയേഷൻ അറ്റ് ബ്രാഞ്ച് ബുക്കിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റാണ്. പിന്നെ എന്താണ് അറ്റ് ഹെഡ് ഓഫീസ് ബുക്ക് നോ എൻട്രീസ് പാസ്ഡ്. അവിടെ ഒരു എൻട്രീൻ്റെ ഡിപ്രീസിയേഷൻ എൻട്രീൻ്റെ യാതൊരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്നത് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബ്രാഞ്ചസ് ഇറ്റ് ഈസ് വെരി ഓഫൺ ഗുഡ്സ് ഓർ ക്യാഷ് മേ ബി സെൻഡ് ബൈ വൺ ബ്രാഞ്ച് ടു അതർ or expense may be incurred by one branch on behalf of another എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത് ചെയ്യുന്നുണ്ട്, ഒരു രണ്ട് ബ്രാഞ്ച്, ഇപ്പോൾ ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഈ ബ്രാഞ്ചുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കാം ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ക്യാഷ് ആയിട്ടും ഗുഡ്സ് ആയിട്ടും. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ആസ് സെൻഡിങ് ബാങ്ക് branch assumes that the goods or cash is sent to head office and the receiving branch assumes that it is received from the head office എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോൾ ഗുഡ്സ് എന്ത് ചെയ്യണം ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ചെയ്യുന്ന ബ്രാഞ്ച് എന്താ വിചാരിക്കുന്നത് അത് ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്തു എന്ന്. ആ റിസീവ് ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് വിചാരിക്കുന്നു അത് ഹെഡ് ഓഫീസിൽ നിന്നാണ് റിസീവ് ചെയ്തത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി നോക്കാം. അതുപോലെ തന്നെയാണ് വരുന്നത്, ഒന്നും വളരെ എളുപ്പം തന്നെയാണ്. എന്താണ് ഇൻ ദി ബുക്സ് ഓഫ് സെൻഡിങ് ബ്രാഞ്ച്, സെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചിൻ്റെ വരുന്ന അവരെ അക്കൗണ്ടിൽ വരുന്ന എൻട്രി നോക്കാം. എന്താണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്സ് ഓർ ക്യാഷ് നോക്കേണ്ട. ഹെഡ് ഓഫീസിലേക്ക് എന്ത് ചെയ്യാണ് ഗുഡ്സ് സെൻഡ് ചെയ്തു, നമ്മളെ ഇതെന്താണ് റിയലാണ്, അതെന്ത് ചെയ്യും നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു കുറയുന്നതുകൊണ്ട്. ഇതിന് നെക്സ്റ്റ് എന്താ റിസീവിങ് ബ്രാഞ്ചിൻ്റെ എൻട്രി ഗുഡ്സ് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ്. അതായത് ഗുഡ്സ് ഒരു ക്യാഷ് എന്താണ് ഇൻക്രീസ് ചെയ്തു, അത് വന്നു എവിടുന്നാണ് വരുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന്. ഓക്കെ, ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിൻ്റെ കേസിൽ എന്താണ് റിസീവിങ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെൻഡിങ് ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, വളരെ എളുപ്പമാണ് അത് വരുന്നത്. അടുത്ത് നോക്കാം റെമിറ്റൻസ് അക്കൗണ്ട്. ഇത് നോക്കാം ബ്രാഞ്ച് റെമിറ്റ്സ് ക്യാഷ് ടു ഹെഡ് ഓഫീസ്. ഇൻ such a case the head office finds it's convenient to open a branch remittance account എന്ന് പറഞ്ഞു. അപ്പം തുടർച്ചയായി എന്ത് ചെയ്യാറുണ്ട് ബ്രാഞ്ച് എന്ത് ചെയ്യും ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് ഇങ്ങനെ അയച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ് ഒരു ഹെഡ് ഓഫീസിന് എന്താണ് ബ്രാഞ്ച് റെമിറ്റൻസ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെന്താണ് പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് ദിസ് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫർ ടു ദി ക്രെഡിറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് പീരിയോഡിക്കൽ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത നോക്കാം ഇഫ് ബ്രാഞ്ച് ഡിസൈഡ്സ് ഇറ്റ് ക്യാൻ ഓൾസോ ഓപ്പൺ എ റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ബ്രാഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഹെഡ് ഓഫീസ് റെമിറ്റൻസ് അക്കൗണ്ട് വേണമെങ്കിൽ എന്താണ് അവർക്കും ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കൂടാതെ എന്താണ് ദ പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് ദിസ് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ഡെബിറ്റ് ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. പീരിയോഡിക്കൽ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് അതായത് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ പീരിയോഡിക്കൽ ബാലൻസ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യണം ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്താണ് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്.